ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് വലിയൊരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഡൗ ജോൺസ് ഏകദേശം 625 പോയിൻറ്റ് പോസിറ്റീവാണ്. നസ്ഡാക്ക് 404 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. S&P ഏകദേശം 100 പോയിൻ്റ് അടുപ്പിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവായിട്ട്. US മാർക്കറ്റ് മൊത്തത്തിലൊരു പോസിറ്റീവ് ട്രെൻഡാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 53 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. US മാർക്കറ്റ് ഇത്ര വലിയൊരു പോസിറ്റിവിറ്റി ഉണ്ടായിട്ടും ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഫ്ലാറ്റായിട്ടാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം നിഫ്റ്റിയിൽ. ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 100 പോയിൻറ്റിന് ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ആ ഒരു വാല്യൂ അനുസരിച്ചിട്ട് ഒരു 100 പോയിൻറ്റിനുള്ളിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ട് സെൻസെക്സിൽ കഴിഞ്ഞ ഏകദേശം 6 ദിവസമായിട്ട് മാർക്കറ്റ് വലിയൊരു ബുള്ളിഷായിട്ടാണ് ക്യാൻഡിലുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയും നല്ലൊരു ബുള്ളിഷായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലെവൽ 77,494 ആയിരുന്നു. ഇവിടെ നിന്ന് മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 77,500 മുകളിലൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പുതിയ ഒരു ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്, റിവേഴ്സ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഹൈക്ക് മുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഒരു ഹയർ ലോ ഫോർമേഷന് വേണ്ടിയിട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ വേറൊരു പാറ്റേൺ കൂടെ ഫോം ആകാൻ സാധ്യത ഉള്ളതെന്ന് പറയുന്നത് നിഫ്റ്റിയിലും സെയിമാണ്. നിഫ്റ്റിയിലും സെൻസെക്സിലും. നിഫ്റ്റിയോടെ നോക്കാം. നിഫ്റ്റിയിലും 23,441 പറഞ്ഞിരുന്നത്. ഇതിന് മുകളിലൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഹയർ ഹൈ വരാൻ സാധ്യതയുണ്ട്. ഇതിലൊരു ഹയർ ഹൈ വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് 24,100, 24,250 അതായത് പ്രീവിയസ് ഈ ഒരു ഹൈക്ക് മുകളിൽ പുതിയൊരു ഹൈ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഹയർ ഹൈ ഫോർമേഷൻ വരത്തുള്ളൂ. മാർക്കറ്റ് അപ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ ഹയർ ഹൈ ഫോർമേഷൻ വരത്തുള്ളൂ. ഇതിലും സെൻസെക്സിലും വേറൊരു സാധ്യത കൂടെ ഉള്ളത് ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഹൈ നമുക്ക് കഴിഞ്ഞ മാസം ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലൊക്കെ വന്നിട്ടുണ്ട ഒരു ഹൈ ആയിരുന്നു ഏകദേശം 23,800 ലെവലിൽ വരുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ലെഫ്റ്റ് ഷോൾഡറാണ്, ഇത് ഹെഡ്, ഇത് പുതിയ റൈറ്റ് ഷോൾഡർ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഒരു റിവേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ 23,100, 23,000 ലെവലിലോട്ട് ഈ ഒരു പാറ്റേൺ വരികയാണെന്നുണ്ടെങ്കിൽ, ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് 23,800 ആ ഒരു റേഞ്ചിൽ നിന്ന് പ്രീവിയസ് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്ന് പിന്നെ തിരിച്ച് ഈ നെക്ക് ലൈൻ ബ്രേക്കൗട്ട് കിട്ടി ഒരു ഹയർ ഹൈ ഫോർമേഷനിലോട്ട് പോകാനുള്ള സാധ്യത നിഫ്റ്റിയിലുണ്ട്. സെൻസെക്സിലും സെയിം പാറ്റേൺ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് കയറിയിട്ട് തിരിച്ച് ഇവിടെ വന്ന് തിരിച്ച് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു ലെഫ്റ്റ് ഷോൾഡറാണ്, ഇതൊരു ഹെഡ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്തൊരു റൈറ്റ് ഷോൾഡർ കൂടെ ഫോം ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോകാം. 75 മിനിറ്റ്സിൻ്റെ ചാർട്ട് നോക്കാം. നിഫ്റ്റിയിൽ നമ്മൾ വീക്കിലി അനാലിസിസിൽ തന്നിട്ടുണ്ടായിരുന്ന ഒരു ലെവലായിരുന്നു ഇത്. മുകളിലോട്ട് ഉള്ള 75 മിനിറ്റ്സിൻ്റെ ഒരു 75 മിനിറ്റ്സ് അല്ല, ഇത് മാറിപ്പോയതാണ്. 125 മിനിറ്റ്സിൻ്റെ ചാർട്ട് സപ്ലൈ സോണാണ്. അതിനുള്ളിൽ ഒരു 25 മിനിറ്റ്സിൻ്റെ ഒരു സോൺ കൂടെ വരുന്നുണ്ട്. മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് കിട്ടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോണിൽ നിന്ന് ഒരു റിജക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം 23,800 ലെവലിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് നേരത്തെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അനുസരിച്ച് ഒരു റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു അപ്പ് കിട്ടി തിരിച്ചിവിടെ വന്നു
ഇവിടെ നിന്ന് വീണ്ടും ഒരു റിജക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു ലെവലിൽ നിന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും ഒരു ഹയർ ഹൈ ഫോർമേഷൻ, ഈ ഒരു ഹയർ ലോ ഫോർമേഷൻ, ഈ ഒരു ലോ കഴിഞ്ഞിട്ട് പുതിയ ഇവിടെ ചെറിയൊരു ലോ വന്നിട്ടുണ്ട്. അടുത്ത് മുകളിൽ വീണ്ടും ഒരു ലോ വന്നിട്ട് ഹയർ ഹൈ ഫോർമേഷനിലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. 25 മിനിറ്റ്സിൻ്റെ സോണ് വരുന്നത് 23,789, 23,786, 125 മിനിറ്റ്സിൻ്റെ സോൺ വരുന്നത് 23,807 വരേക്കാണ്. അപ്പം ഈ ഒരു സോണിൽ എത്തുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക. ഇത് PS ആവുകയാണെങ്കിൽ മാത്രമേ മുകളിലോട്ട് എൻട്രി നോക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു വാല്യൂ അനുസരിച്ച് ഇതിനുള്ളിൽ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടണം. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,658 ഏകദേശം 58, 733, 754 ഉള്ളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ നോക്കുക. 23,733, 754 ഇവിടെ നിന്ന് മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ഇതിന് താഴെ ഒരു ഓപ്പണിംഗ് വന്ന് മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 810, 831 വരയ്ക്കും, ഈ ഒരു ലെവൽ വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം 800, 830 ലെവലിലോട്ട് മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നാണ് കയറുന്നതെങ്കിൽ, ഇവിടെ നിന്ന് ഇത് ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് കയറുന്നതെങ്കിൽ ഇവിടുത്തെ പാറ്റേൺ നോക്കുക, ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. 23,810, 831 സോണിൽ വരുന്ന പ്രൈസ് ആക്ഷൻ കൃത്യമായിട്ട് നോക്കുക. ഇവിടെ ഒരു ഡബിൾ ടോപ്പോ ട്രിപ്പിൾ ടോപ്പോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിന് മുകളിലോട്ട് 810, 831 മുകളിലോട്ടൊക്കെ ഇൻട്രാഡേയിൽ റിസ്ക് ആയിരിക്കും. കാരണം ഇതൊരു റെസിസ്റ്റൻസ് ആണ്. 23,810, 831 വരുന്ന ഏരിയ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അപ്പം ഇവിടെ ഒരു റിവേഴ്സ് പാറ്റേൺ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് 831 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് എൻട്രി നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ഇതുവരേക്കും വരും. ഈ ട്രെൻഡ് ലൈനുകളൊന്ന് വരച്ചിട്ടേക്കുക നിങ്ങൾ. ആദ്യത്തെ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഇന്നലത്തെ ലോകളുടെ 2 ലോയും കൂടെ കണക്ട് ചെയ്ത് വരച്ചിട്ടുള്ള ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈനും ഈ 754, 731 ഒക്കെ ഒരുമിച്ചാണ് ഒരു ബ്രേക്കൗട്ട് കിട്ടുന്നതെങ്കിൽ CPR വരയ്ക്കും വരാൻ സാധ്യതയുണ്ട്. CPR 23,571 തൊട്ട് 630 വരെയാണ് CPR വരുന്നത്. CPRൻ്റെ ബോട്ടം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടിയിട്ട് മാർക്കറ്റ് താഴോട്ട് ഇവിടെ നിന്ന് ഫസ്റ്റ് റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഫസ്റ്റ് റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPR 590, 571 ഈ ഒരു ഏരിയ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് CPR ബ്രേക്കൗട്ട് കിട്ടി റീടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്നൊരു റീടെസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം ഇവിടെ റീടെസ്റ്റ് വരുന്ന സമയത്ത് താഴോട്ട് നോക്കാം. അതായത് 570, 590 ഏരിയ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 23,509, 23,492 ടാർഗറ്റ് വയ്ക്കാം. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, താഴോട്ടൊരു ബ്രേക്കൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ നോക്കുക. ഈ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു 18-ാം തീയതി മുതലുള്ള, 18 തൊട്ട് ഏകദേശം 20-ാം തീയതി വരെയുള്ള ആ ബോട്ടങ്ങൾ കണക്ട് ചെയ്തിട്ട് വരച്ചിട്ടുള്ള ട്രെൻഡ് ലൈനാണ്. 3 ട്രെൻഡ് ലൈനുകൾ ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിനുള്ളിലോട്ട് ഈ ഒരു നമ്മുടെ ഡ്രോയിങ്ങിനുള്ളിലൂടെ പോകുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് ഈ ട്രെൻഡ് ലൈനുകൾ വരച്ചിട്ടേക്കുക. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് താഴോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 23,346, 23,325 വലിയൊരു ടാർഗറ്റാണ്. ഇത് ഏകദേശം ഒരു 150 പോയിൻറ്റോളം വരുന്ന ടാർഗറ്റാണ്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 23,492, 500 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 23,350, 346 ആ ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്.
മുകളിലോട്ട് 810 831 വരെ വരച്ചിട്ടുള്ളൂ. ഇത് ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരാതെ മുകളിലോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഇൻട്രാഡേ ചാർട്ട് ഇടുന്നതായിരിക്കും. ഇവിടെ ഏകദേശം ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു 80% 23,800 നിന്നൊരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് സെൻസെക്സിൻ്റെ ചാർട്ട് കൂടെ നോക്കാം. സെൻസെക്സിലും നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. മുകളിലോട്ട് ഈ ഒരു ലെവലിനുള്ളിലൊരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. ഇവിടെ നിന്ന് മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടിയാൽ 78 308 78 243 നിന്ന് മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 78,500 വരയ്ക്കും കയറിപ്പോയേക്കും. ഏകദേശം ഒരു 200 പോയിൻറ്റോളം മുകളിലോട്ട് ടാർഗറ്റ് വെച്ചിട്ട് കോൾ ഓപ്ഷൻ നോക്കാം. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. ഇവിടെ നിന്നൊരു റിജക്ഷനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് തിരിച്ചും ഈ ഒരു ലെവൽ വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇത് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 78 250 ലെവൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPR വരയ്ക്കും ടാർഗറ്റ് നോക്കാം. CPR വരയ്ക്കും ടാർഗറ്റ് നോക്കാം. പിന്നെ തിരിച്ച് നോക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് 77 708 77 649 നോക്കുക. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, താഴോട്ട് ബ്രേക്കൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതിനിടയ്ക്ക് വരുന്ന CPR വരയ്ക്കെന്ന് പറയുന്നത് നിഫ്റ്റിയിലും സെൻസെക്സിലും CPRന് ഈ ഒരു ലെവലെന്ന് പറയുന്നത് നോൺ ട്രേഡിംഗ് ഏരിയ ആണ്. ചെറിയ സ്കാൽപ്പ് ചെയ്ത് ചെറിയ ടാർഗറ്റൊക്കെ വെച്ചിട്ട് ട്രേഡ് എടുക്കാം. പക്ഷേ കൺഫേമായിട്ട് ഈ ഒരു ലെവൽ, ആദ്യത്തെ ലെവൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ സൈഡ് നോക്കാം. ഈ 77 78, അതായത് CPRൻ്റെ ബോട്ടം നിഫ്റ്റിയിലും സെൻസെക്സിലും CPRൻ്റെ ബോട്ടം താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 77 475 77 478 ടാർഗറ്റ് വയ്ക്കാം. ഇവിടെ നിന്നും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 76 845 76 787 വരയ്ക്കും മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട് സെൻസെക്സ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ലെവൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.